വാരദൂരിലേക്ക്. കമാൽ വാരദൂർ, ഇവിടെ നമുക്ക് ഈ വിന്ററിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ സമ്മറിൽ തന്നെ ശീതീകരിച്ച സ്റ്റേഡിയത്തോടുകൂടി ഇത് നടത്താം. പക്ഷേ അവർ പറയുന്നത് യൂറോപ്യൻ ലീഗുകൾ, പ്രീമിയർ ലീഗ് മത്സരങ്ങൾ നഷ്ടപ്പെടുന്നത് വഴി ഫോക്സ് ടെലിവിഷനും അതിൻ്റെ പങ്കാളികൾക്കും ഉണ്ടാകുന്ന ബിസിനസ് നഷ്ടത്തെക്കുറിച്ചാണ്. ഈ ബിസിനസ് നഷ്ടം മറികടക്കാവുന്നതല്ലേ ഉള്ളൂ. അതിന് പകരം ഇതിനെതിരെ എതിർപ്പ് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ ഇപ്പോൾ നമുക്കറിയാം, ഇസ്രായേലിലെ താരങ്ങൾക്ക് പോലും ഖത്തറിൽ വന്ന് കളിക്കുന്നതിൽ വിരോധമില്ല. കാരണം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ് ഖത്തർ. ഇതിന് പിന്നിൽ ശുദ്ധമായ വംശീയത തന്നെയല്ലേ? അതില് 2010 സൗത്ത് ആഫ്രിക്കയിലെ ലോകകപ്പ് അനുവദിച്ചപ്പോൾ യൂറോപ്പ് പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു കുറ്റം, അതായത് ഒന്നുകിൽ ജോഹന്നസ്ബർഗ് അല്ലെങ്കിൽ പ്രിട്ടോറിയ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലെ ഏത് സിറ്റീസ് എടുക്കുകയാണെങ്കിലും ക്രൈം സിറ്റീസ് ആണ്, കുറ്റകൃത്യങ്ങളിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്, അവിടെ സുഗമമായ സഞ്ചാരം സാധ്യമല്ല തുടങ്ങി കുറ്റങ്ങൾ മാത്രമായിരുന്നു യൂറോപ്പ് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ 2010 കണ്ട ലോകകപ്പ്, എനിക്ക് തോന്നുന്നു സമീപകാലത്ത് യൂറോപ്പ് ആതിഥേയത്വം വഹിച്ച ലോകകപ്പിനേക്കാൾ വളരെ മികച്ച മത്സരങ്ങൾ, നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏറ്റവും നല്ലൊരു ചാമ്പ്യൻഷിപ്പ് ആയിട്ടാണ് അത് കലാശിച്ചത്. അപ്പോൾ ശരിക്കും ഒരു ബ്ലാക്സ് അല്ലെങ്കിൽ ആഫ്രിക്കൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്പം മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ യൂറോപ്പ് പ്രത്യേകിച്ച് വർണ്ണ വിവേചനമെല്ലാം അവസാനിച്ചെങ്കിൽ പോലും യൂറോപ്പിന് ഇപ്പോഴും കറുത്തവരോടുള്ള ഒരു അകൽച്ച വളരെ പ്രകടമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഖത്തറിലേക്ക് ഇത് വരുമ്പോൾ നേരത്തെ അഷ്റഫ് സൂചിപ്പിച്ചതുപോലെ ഏഷ്യൻ കരുത്താണ് വരുന്നത്. അപ്പോൾ ഖത്തറിൽ ഞാൻ ധാരാളം മത്സരങ്ങളാകുന്ന റിപ്പോർട്ട് 2006 ഏഷ്യൻ ഗെയിംസ് മുതലും 2010 ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്, അറബ് ഗെയിംസ്, എത്രയോ ചാമ്പ്യൻഷിപ്പുകൾ ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നമ്മൾ ശരിക്കും ഇവിടെ മത്സരങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായി പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഫീലിംഗ്, ഇത്രയും ഒരു സപ്പോർട്ട് ക്രൗഡാണെങ്കിൽ, സംഘാടകരാണെങ്കിൽ, മീഡിയ ആണെങ്കിൽ, പബ്ലിസിറ്റി ആണെങ്കിൽ എല്ലാം കൊണ്ടും, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പം 2022 ഒരു ലോകകപ്പ് ഖത്തർ പോലുള്ള ഒരു കൊച്ചു രാജ്യത്ത് നടന്നാൽ അത് വൻ വിജയമായി കലാശിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. അതുവഴി ശരിക്കും യൂറോപ്പിന് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന പടിഞ്ഞാറിന് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഫുട്ബോൾ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ ചുമത്തിയിട്ടാൽ, ഇപ്പോൾ സ്റ്റേഡിയങ്ങളിലെ കാലാവസ്ഥയാണെങ്കിൽ ഖത്തർ വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കാലാവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ശീതീകരിച്ച സ്റ്റേഡിയങ്ങൾ, അല്ലെങ്കിൽ അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ ആദ്യം കേട്ടിരുന്ന ഒരു കാര്യം, ഈ ഫൈനൽ മത്സരം, ഉദ്ഘാടന മത്സരം കടലിന് മധ്യ വലിയൊരു സ്റ്റേഡിയം എല്ലാം ഉണ്ടാക്കിയിട്ട് ശരിക്കും ലോകത്തെ വിസ്മയിപ്പിക്കാനുള്ള കാര്യങ്ങൾ പോലും ഖത്തർ ആലോചിക്കുന്നു. അപ്പോൾ അത്തരം സാമ്പത്തികമായിട്ട് അവർ വളരെ കരുത്തരാണ്. അപ്പോൾ വളരെ ഉന്നതമായിട്ട് അവർ ചിന്തിക്കുമ്പോൾ ആ രാജ്യത്തിന് ഒരു പോസിറ്റീവ് സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം യൂറോപ്പ് ഈ വിധ്വംസാത്മകമായി ചിന്തിക്കുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു അത് യൂറോപ്പിനെ തന്നെ ബാധിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു വംശീയതയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട്. വളരെയധികം നന്ദി കമാൽ വാരദൂർ, ഡി രവികുമാർ, ഡോക്ടർ മുഹമ്മദ് അഷ്റഫ്, എം ഫിറോസ് ഖാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഖത്തറിലെ സ്വാശ്രയ സ്കൂളുകളിലെ അധ്യാപകരുടെ ശമ്പളം പരിഷ്കരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സമിതി അറിയിച്ചു. നിയമനത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നും സ്കൂൾ അധികൃതരുടെ പ്രത്യേക പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അധ്യാപക വൃത്തിയുടെ സ്ഥിരത ഉറപ്പുവരുത്താനാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നതെന്ന് ഖത്തർ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ വാഹിദ് അലി അൽ ഹമ്മാദി വ്യക്തമാക്കി. അധ്യാപകരുടെ നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധ്യാപകരുടെ നിലവാരം പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ലൈസൻസ് നൽകുമെന്നും ഹമ്മാദി പറഞ്ഞു. സിലബസും സ്കൂൾ സമയം പരിഷ്കരിക്കുക തുടങ്ങിയ നടപടികൾ സമിതിയുടെ മുന്നിലുണ്ട്. സ്കൂളിലെ പ്രിൻസിപ്പലുകൾക്കോ ഡയറക്ടർക്കോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മാനം നൽകുന്നത് കൈക്കൂലിയായി പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളെല്ലാം തുല്യരീതിയിൽ തന്നെ പരിഗണിക്കപ്പെടണമെന്നും മോശം പ്രവർത്തനം കാരണത്താൽ പുറത്താക്കുന്നതിനു മുമ്പ് അവർക്ക് നന്നാവാനുള്ള അവസരവും നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടികളുടെ വളർച്ചയ്ക്ക് കേവലം സിലബസിൽ മാത്രം കടിച്ചു തൂങ്ങരുതെന്നും കലാകായിക പരിപാടികളിലൂടെ കുട്ടികൾക്ക് വളരാൻ വേണ്ട പദ്ധതികൾ നടപ്പാക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. റമീസ് ചാത്തിയാറ, മീഡിയ 1, ഖത്തർ. കുവൈത്തിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ ഇന്ന് വിദ്യാരംഭം. 44,381 കുരുന്നുകളാണ് ഇന്ന് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പ്രവേശിച്ചത്. നഴ്സറി ക്ലാസുകൾ മാത്രമാണ് ഇന്ന് ആരംഭിച്ചത്. 1ാം ക്ലാസ്സിൽ നാളെയും മറ്റ് പ്രൈമറി ക്ലാസുകളിൽ ചൊവ്വാഴ്ചയും പഠനം തുടങ്ങും. 4ാം ക്ലാസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് അടുത്തയാഴ്ചയാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. അതേസമയം വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ രാജ്യത്തെ ഗതാഗത കുരുക്ക് വീണ്ടും രൂക്ഷമായേക്കും. റോഡിലെ തിരക്ക് കുറയ്ക്കാൻ സ്കൂളുകളുടെയും സർക്കാർ ഓഫീസുകളുടെയും സമയം മാറ്റുന്നത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം വിവിധ വകുപ്പുകളുമായി ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. റിയാദിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 2 മലയാളികൾ വിജയിച്ചു. തൃശൂർ മണ്ണുത്തി സ്വദേശി നിയാസ് ഉമർ, തിരുവല്ല സ്വദേശി റോജി മാവേലിൽ മാത്യു എന്നിവരാണ് വിജയിച്ച മലയാളികൾ. കർണാടക സ്വദേശി ഡോക്ടർ ഷാഫി അഹമ്മദ് സത്താറിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത്. 7 അംഗ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നിയാസ് ഉമർ 4ാമതും റോജി മാത്യു 7ാം സ്ഥാനക്കാരനുമായാണ് വിജയിച്ചത്. 1085 വോട്ട് നേടിയാണ് ഷാഫി അഹമ്മദ് സത്താർ 1ാമതെത്തിയത്.
മലയാളികളായ നിയാസ് ഉമറിന് 968 വോട്ടും റോജി മാത്യുവിന് 869 വോട്ടുമാണ് ലഭിച്ചത്. മത്സരിച്ച മറ്റൊരു മലയാളി ഹംസക്കുട്ടി നസീർ 489 വോട്ട് നേടി 9ാമതെത്തി. 3 മലയാളികൾ ഉൾപ്പെടെ 16 പേരായിരുന്നു സ്ഥാനാർത്ഥികൾ. രാവിലെ 8 മുതൽ വൈകിട്ട് 6:20 വരെ റൗദയിലെ ആൺകുട്ടികളുടെ സ്കൂളിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം നിരീക്ഷകൻ മുസായിദ് അൽ മുജാഹിദ്, ഇന്ത്യൻ എംബസി നിരീക്ഷകൻ അവിനാശ് തിവാരി എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ്. സൗദി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും ഇന്ത്യൻ അംബാസഡറുടെയും അനുമതി ലഭിച്ച ശേഷമാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്. ജിദ്ദ ഇന്റർനാഷണൽ സ്കൂളിലെ കിൻഡർ ഗാർട്ടൻ വിഭാഗം 2 ഷിഫ്റ്റുകളിലായി നടത്താൻ സൗദി എഡ്യൂക്കേഷൻ അതോറിറ്റി അനുമതി നൽകി. അതോറിറ്റിയുടെ ഈ തീരുമാനം ജിദ്ദയിലെയും മക്കയിലെയും നിരവധി ഇന്ത്യൻ കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകും. കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന നിലയ്ക്ക് ജിദ്ദ, മക്ക എന്നിവിടങ്ങളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഏക ആശ്രയമാണ് ജിദ്ദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ. എന്നാൽ നിലവിലെ അസൗകര്യങ്ങൾ കാരണം അപേക്ഷകളിൽ നറുക്കെടുപ്പ് നടത്തിയാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നത്. മൊത്തം അപേക്ഷയുടെ 20% മാത്രമേ പ്രവേശനം ലഭിക്കുന്നുള്ളൂ. അതിനാൽ തന്നെ ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും ഉയർന്ന ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളെ ആശ്രയിക്കേണ്ടതായി വരുന്നു. നിലവിൽ രാവിലെ മുതൽ ഉച്ചവരെ പ്രവർത്തിക്കുന്ന KG വിഭാഗത്തിനാണ് ഉച്ചയ്ക്ക് ശേഷം 2ാമത് ഷിഫ്റ്റിനു കൂടി സൗദി അധികൃതർ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതോടെ ഇപ്പോഴുള്ളതിന്റെ ഇരട്ടി വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ കഴിയും. പുതുതായി വരുന്ന വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായി അധ്യാപകരെയും മറ്റ് സൗകര്യങ്ങളെയും ഒരുക്കാനുള്ള ശ്രമത്തിലാണ് സ്കൂൾ അധികൃതർ. അധ്യാപക തസ്തികയിലേക്ക് സ്കൂൾ വെബ്സൈറ്റിലൂടെ അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 വരെ അപേക്ഷകൾ സ്വീകരിക്കും. സൗദി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അനുമതി ജിദ്ദയിലെയും മക്കയിലെയും മലയാളികൾ ഉൾപ്പെടെ ധാരാളം ഇന്ത്യൻ പ്രവാസികൾക്കാണ് ആശ്വാസമാകുന്നത്. സാദിഖ് അലി തൂർ, മീഡിയ 1, ജിദ്ദ. കുവൈത്തിൽ വ്യവസായ സംരംഭങ്ങൾക്ക് സഹായകമാകും വിധം കൊമേഴ്സ്യൽ ലൈസൻസ് ചട്ടങ്ങൾ പരിഷ്കരിക്കുന്ന നടപടി അന്തിമഘട്ടത്തിൽ. ഇതിനായി വാണിജ്യ മന്ത്രാലയത്തിൽ ഏകജാലക സംവിധാനം നടപ്പാക്കുമെന്ന് കുവൈത്ത് വാണിജ്യകാര്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് കാലികമായ വ്യാപാരാന്തരീക്ഷം സൃഷ്ടിക്കൽ ലക്ഷ്യം വെച്ചാണ് പുതിയ നടപടി. ഏകജാലക സംവിധാനത്തിലൂടെ ലൈസൻസ് നടപടിക്രമങ്ങൾ എളുപ്പമാക്കുന്നതടക്കം വ്യവസായ സംരംഭകർക്ക് ഏറെ ഗുണകരമായ സംവിധാനങ്ങളാണ് പുതിയ നിയമത്തിലൂടെ നടപ്പിലാക്കാൻ പോകുന്നതെന്ന് കുവൈത്ത് വാണിജ്യകാര്യമന്ത്രി അനസൽ സാലിഹ് പറഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളുമായി ബന്ധപ്പെട്ട കടലാസുപണികൾ ഒന്നിച്ചു നടത്താൻ ഏകജാലക സംവിധാനം വഴി അവസരമൊരുക്കും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖല കാലോചിതമായി പരിഷ്കരിക്കുക എന്ന ഉദ്ദേശത്തോടെ ഏറെ പഠനങ്ങൾക്ക് ശേഷമാണ് പുതിയ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ നിയമപ്രകാരം കൊമേഴ്ഷ്യൽ ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ തന്നെ വ്യാപാരികൾക്ക് സംരംഭം തുടങ്ങാനുള്ള താൽക്കാലിക അനുമതി ലഭ്യമാക്കും. നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നവർക്ക് 4 വർഷത്തേക്ക് ലൈസൻസ് അനുവദിച്ചു നൽകും. തുടങ്ങാനിരിക്കുന്ന സംരംഭങ്ങൾക്കനുസരിച്ച് ലൈസൻസ് ഫീസിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ഇത് ഇതര ഗൾഫ് നാടുകളിലേതിന് സമാനമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തി, സംഘം, ഷെയർ ഹോൾഡിംഗ് കമ്പനി എന്നിങ്ങനെ വിവിധ കാറ്റഗറികളിലായി വ്യവസായ സംരംഭങ്ങളെ തിരിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു സമഗ്ര നിയമം കുവൈത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണെന്നും നടപടിക്രമങ്ങളിലെ ചുവപ്പുനാടകൾ മറികടക്കാനുള്ള ശ്രമം രാജ്യത്തെ വാണിജ്യ മേഖലയിൽ പുതുതരംഗങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈത്ത്. രേഖകൾ പുതുക്കാത്തതിനാൽ നിയമ നടപടികൾ നേരിടുന്ന കമ്പനികളിലെ ജീവനക്കാരെ നാടുകടത്തലിന് വിധേയമാക്കുന്നത് നീതീകരിക്കാനാവില്ലെന്ന് കുവൈത്ത് ലേബർ യൂണിയൻ. രേഖകൾ പുതുക്കാത്ത കമ്പനികളെ 71 കാറ്റഗറിയിൽപ്പെടുത്തി പ്രോസിക്യൂഷന് കൈമാറിയതായി വാർത്തകളുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിദേശ തൊഴിലാളി വിഭാഗം നേതാവ് അബ്ദുറഹ്മാൻ അൽ ഖാനിം ലേബർ യൂണിയന്റെ നിലപാട് വ്യക്തമാക്കിയത്. കമ്പനി ചെയ്ത തെറ്റിന് തൊഴിലാളികൾക്കെതിരെ കടുത്ത നടപടി കൈക്കൊള്ളുന്നത് ക്രൂരതയും മനുഷ്യത്വരഹിതവുമായ പ്രവൃത്തിയാണ്. നിലവിലെ സ്പോൺസർ സംവിധാനം എത്രയും പെട്ടെന്ന് എടുത്തുമാറ്റണമെന്നും പകരം തൊഴിൽ അതോറിറ്റി യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ദോഹയിലെ പുതിയ പോർട്ടിന്റെ പണി നിശ്ചയിച്ച പ്രകാരം തന്നെ തീർക്കാനാകുമെന്ന് പ്രൊജക്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നബീൽ അൽ ബുവാനൈൻ വ്യക്തമാക്കി. 2016 പോർട്ട് പ്രവർത്തന സജ്ജമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. $27 ബില്യൺ പുതിയ പോർട്ട് പൂർത്തിയാക്കാനായി ചിലവ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിൽ 60% നിർമ്മാണ പ്രവർത്തനവും ഖത്തർ കമ്പനികൾക്കാണ് നൽകിയിരിക്കുന്നതെന്ന് ന്യൂ പോർട്ട് പ്രൊജക്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നബീൽ അൽ ബുവാനൈൻ വ്യക്തമാക്കി. ഖനന പ്രക്രിയകളും മറ്റും ചൈനീസ് ഹാർബർ എഞ്ചിനീയറിംഗ് കമ്പനിക്കാണ് നൽകിയിരിക്കുന്നത്. CHECയുടെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പണികളും തീർന്നതായി ചൈനീസ് അംബാസഡർ ഗാവോ യോഷെ വ്യക്തമാക്കി. ഖനനത്തിനായി അത്യാധുനിക സംവിധാനങ്ങളാണ് ഉപയോഗപ്പെടുത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1, ഖത്തർ. മോഷണ ശ്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ ഖത്തറിൽ ഗ്രഹനാഥൻ കുത്തേറ്റ് മരിച്ചു. ഐൻ ഖാലിദിൽ വെള്ളിയാഴ്ച രാത്രി 8 മണിക്കായിരുന്നു സംഭവം. വീട്ടുകാർ പുറത്തുപോയ സമയം നോക്കി 2 മോഷ്ടാക്കൾ വീട്ടിൽ കയറുകയായിരുന്നുവെന്നും തിരിച്ചെത്തിയ വീട്ടുടമസ്ഥൻ മോഷ്ടാക്കളെ പിടികൂടാൻ നോക്കിയപ്പോൾ കുത്തേൽക്കുകയായിരുന്നുവെന്നും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. മോഷ്ടാക്കളിൽ ഒരാളെ നാട്ടുകാർ